നിങ്ങളൊരു ഓഡിയോ മിക്സിങ്ങോ മാസ്റ്ററിങ്ങോ ഒക്കെ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് കംപ്രസർ. ഡൈനാമിക്സ് പ്രോസസ്സിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂളാണ് കംപ്രസർ. അപ്പോൾ നിങ്ങളുടെ ഡൈനാമിക്സിനെ നിങ്ങൾ കൺട്രോൾ ചെയ്യാനായിട്ട് സാധാരണഗതിയിൽ അല്ലെങ്കിൽ ഒരു തുടക്കക്കാർ കൂടുതൽ ഉപയോഗിക്കുന്നത് ഇൻസേർട്ട് കംപ്രഷനാണ്. അതായത് ഒരു ചാനലിൽ തന്നെ ഒരു കംപ്രസറിനെ ഇൻസേർട്ട് ചെയ്യുക. ഒരു കംപ്രസർ അല്ലെങ്കിൽ ഒന്നിലധികം കംപ്രസറുകളെ സീരിയലായിട്ട് ഒന്നിന് ശേഷം മറ്റൊരു കംപ്രസർ എന്നുള്ള രീതിയിൽ ഉപയോഗിക്കുക. ഇതൊക്കെയാണ് സാധാരണ ചെയ്യുന്നത്. പക്ഷേ ഇതല്ലാതെ തന്നെ വേറൊരു മാർഗമുണ്ട്. അതിനെയാണ് നമ്മൾ പാരലൽ കംപ്രഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഏത് ഓഡിയോ ആണോ കംപ്രസ് ചെയ്യുന്നത് അതിൻ്റെ ഒരു കോപ്പി മറ്റൊരു ചാനലിലേക്ക് അയച്ചതിന് ശേഷം അതിനകത്ത് ഹെവി ആയിട്ട് കംപ്രസ് ചെയ്യുകയും എന്നിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും മിക്സ് ചെയ്ത് മാച്ച് ചെയ്യുകയും ചെയ്യുക. അതായത് ഒറിജിനൽ ഡ്രൈ സിഗ്നലിനെയും ഹെവി ആയിട്ട് കംപ്രസ് ചെയ്തതിനെയും തമ്മിൽ മിക്സ് ചെയ്ത് മാച്ച് ചെയ്യുക എന്ന് പറയുന്ന പരിപാടിയാണ് പാരലൽ കംപ്രഷൻ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾ അടുത്ത പ്രോജക്റ്റിനകത്ത് ഈ ഒരു കാര്യം ഒന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കൂ. ഇതുപോലെയുള്ള കൂടുതൽ കൂൾ ടിപ്സിനായിട്ട് ബെൻസൺ സൗണ്ട് അക്കാഡമി ഫോളോ ചെയ്യുക. അതിലും കൂടുതൽ നിങ്ങൾക്ക് ഒരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ജോയിൻ ചെയ്യുക.